ലോക കോടീശ്വരൻ ഇലൺ മസ്ക് സമ്പന്നതയുടെ കൊടുമുടിയിലാണ്. ധനസമ്പാദനം ഇത്രയ്ക്ക് എളുപ്പമാണോ എന്ന് തോന്നിക്കും വിധമാണ് മസ്കിന്റെ പ്രകടനവും. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ആസ്തിയിലുണ്ടായ വർധന $150 ബില്യൺ ആണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇലൺ മസ്കിന്റെ ആസ്തി $750 ബില്യൺ, അതായത് 67.18 ലക്ഷം കോടി രൂപ പിന്നിട്ടിരിക്കുകയാണ്. ലോകത്ത് ഇത്രയധികം ആസ്തി കൈവരിക്കുന്ന മറ്റൊരു വ്യക്തിയില്ല. ഇക്കഴിഞ്ഞ ഡിസംബർ 16-ന്, അതായത് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ആസ്തി $600 ബില്യൺ, അതായത് 54 ലക്ഷം കോടി രൂപയായിരുന്നു. മസ്കിന്റെ $56 ബില്യൺ ടെസ്ല ശമ്പള പാക്കേജ് $139 ബില്യൺ ഉയർത്തിയ ഡെലവെയർ സുപ്രീം കോടതി വിധിയാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായത്. ഇതാണ് ലോക കോടീശ്വരന്റെ സമ്പത്ത് ദിവസങ്ങൾക്കുള്ളിൽ $150 ബില്യൺ കുതിക്കാനുള്ള കാരണം. ഫോബ്സ് ബില്യണേഴ്സ് സൂചിക പ്രകാരം നിലവിൽ മസ്കിന്റെ ആസ്തി $649 ബില്യൺ ആണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ധനികരായ 40 വ്യക്തികളുടെ സംയുക്ത ആസ്തിക്ക് തുല്യം. ആഗോള കോടീശ്വര പട്ടികയിലും ഇലൺ മസ്ക് അജയ്യനായി തുടരുകയാണ്. 2ാം സ്ഥാനക്കാരന് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിലാണ് മസ്ക്. പട്ടികയിലെ 2ാം സ്ഥാനക്കാരനായ ലാറി പേജ് $252.6 ബില്യൺ, 3ാമൻ ലാറി എലിസൺ $242.7 ബില്യൺ, 4ാമൻ ജെഫ് ബെസോസ് $239.4 ബില്യൺ എന്നിവരുടെ സംയുക്ത ആസ്തിയേക്കാൾ കൂടുതലാണ് മസ്കിന്റെ സമ്പാദ്യം. 2024 ഒരു കീഴ്ക്കോടതി മനസ്സിലാക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞ് അസാധുവാക്കിയ മസ്കിന്റെ വിവാദമായ 2018 ടെസ്ല നഷ്ടപരിഹാര പാക്കേജ് ഡെലവെയർ സുപ്രീം കോടതി പുനഃസ്ഥാപിച്ചതിന് പിന്നാലെയാണ് ഈ നേട്ടം. കരാർ റദ്ദാക്കുന്നതിന് അനുചിതവും അസമത്വവുമാണെന്ന് കോടതി വിധിച്ചു. മുൻ തീരുമാനം റദ്ദാക്കുകയും ആ ശമ്പള പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്റ്റോപ്പ് ഓപ്ഷനുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 2018 ആദ്യം അംഗീകരിച്ച മസ്കിന്റെ നഷ്ടപരിഹാര കരാർ പൂർണ്ണമായും ടെസ്ലയുടെ പ്രകടന നാഴികക്കല്ലുകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അക്കാലത്ത് അദ്ദേഹത്തിന് ഏകദേശം $56 ബില്യൺ മൂല്യമുള്ള സ്റ്റോക്ക് ഓപ്ഷനുകൾ അനുവദിച്ചു. പിന്നീട് ടെസ്ലയുടെ ഓഹരി വില ഗണ്യമായി വർദ്ധിച്ചു. വെള്ളിയാഴ്ച അവസാനത്തോടെ ആ ഓപ്ഷനുകളുടെ മൂല്യം ഏകദേശം $139 ബില്യൺ വർദ്ധിക്കുകയായിരുന്നു. ശമ്പള പദ്ധതി അംഗീകരിക്കുമ്പോൾ ബോർഡ് മസ്കിനോട് വളരെ അടുപ്പത്തിലായിരുന്നുവെന്നാരോപിച്ച് ഒരു ടെസ്ല ഓഹരി ഉടമ കേസ് ഫയൽ ചെയ്തതോടെയാണ് നിയമ പോരാട്ടം ആരംഭിച്ചത്. ഇത് 2024 ഡെലവെയർ ചാൻസലറി കോടതി അത് അസാധുവാക്കി. മുൻവിധി 6 വർഷമായി നൽകിയ സംഭാവനകൾക്ക് തനിക്ക് നഷ്ടപരിഹാരം നൽകിയില്ലെന്ന് വാദിച്ചുകൊണ്ട് മസ്ക് അപ്പീൽ നൽകി. മൊത്തം പിരിച്ചുവിടൽ പരിഹാരം അനുചിതമാണെന്ന് സുപ്രീം കോടതി സമ്മതിക്കുകയും അതുവഴി സ്റ്റോക്ക് അധിഷ്ഠിത അവാർഡ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മറ്റൊരു സുപ്രധാന സംഭവവികാസത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വിധി വന്നത്. നവംബറിൽ ടെസ്ല ഓഹരി ഉടമകൾക്ക് മസ്കിന് ഒരു പുതിയ നഷ്ടപരിഹാര പദ്ധതി അംഗീകരിച്ചു. റോബോട്ടിക്സ് വിപണി വളർച്ച തുടങ്ങിയ മേഖലകളിൽ പ്രകടന ലക്ഷ്യങ്ങൾ കൈവരിക്കുകയാണെങ്കിൽ ഇത് $1 ട്രില്യൺ വരെ വിലമതിക്കുമെന്നാണ് റിപ്പോർട്ട്. ടെസ്ലയെ ഇലക്ട്രിക് വാഹനങ്ങൾക്കപ്പുറം വിശാലമായൊരു സാങ്കേതിക തലവനാക്കി മാറ്റുക എന്ന മസ്കിന്റെ ദർശനത്തിലുള്ള ആത്മവിശ്വാസമാണ് ആ പദ്ധതിക്ക് നിക്ഷേപകരുടെ പിന്തുണ ലഭിക്കാൻ കാരണം. ആസ്തി വർധനയുടെ 2ാമത്തെ കാരണം സ്പേസ് എക്സ് ആണ്. കമ്പനിയുടെ മൂല്യം $800 ബില്യൺ എത്തിയിരുന്നു. കമ്പനിക്കുള്ളിൽ ആന്തരിക ഓഹരി വിൽപ്പനയാണ് മൂല്യം പറക്കാൻ കാരണമെന്ന് ആഗോള റേറ്റിംഗ് ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്പേസ് എക്സിൽ മസ്കിന് ഏകദേശം 42% ഓഹരി പങ്കാളിത്തമാണുള്ളത്. $800 ബില്യൺ മൂല്യത്തിൽ കമ്പനി US ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്താൽ മസ്കിന്റെ ഓഹരിക്ക് മാത്രം $336 ബില്യൺ നിലവരും. മസ്ക് ടെസ്ലയിൽ നിന്ന് നേടിയ $1 ട്രില്യൺ ശമ്പള പാക്കേജ് ലോകത്ത് തന്നെ അതിശയകരമായിരുന്നു. അതോടൊപ്പം ടെസ്ല ഓഹരികളുടെ കുതിപ്പ് കൂടി ചേർത്ത് വെക്കണം. ഈ 2 കാര്യങ്ങൾ വഴി 2025 $340 ബില്യണിലധികം മസ്കിന്റെ സമ്പാദ്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. ഓഹരി വില ഉയർന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ സമ്പത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 2025 ടെസ്ല ഓഹരികൾ 13% ഉയർന്നു. ടെസ്ലയിൽ നിലവിൽ അദ്ദേഹത്തിനുള്ള ഓഹരികളുടെ മൂല്യം $197 ബില്യൺ ആണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.